ഞങ്ങളങ്ങനെ ദുലയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സൂറത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. സൂറത്തിലേക്ക് ഇനി അധികം ദൂരമില്ല, ഏകദേശം 150 കിലോമീറ്ററൊക്കെ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ കിട്ടി. മഴയത്തേക്ക് ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അത്യാവശ്യം മഴയുണ്ട്. വലിയ ഗൗരവത്തിലിരിക്കുക ഓടിക്കുന്നതിൻ്റെ. ഞങ്ങളങ്ങനെ ദുലയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സൂറത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. സൂറത്തിലേക്ക് ഇനി അധികം ദൂരമില്ല, ഏകദേശം 150 കിലോമീറ്ററൊക്കെ അടുത്തെങ്ങാണ്ടേ ഉള്ളൂ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മഴ കിട്ടി. മഴയത്തേക്ക് ഇങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക. അത്യാവശ്യം മഴയുണ്ട്. വലിയ ഗൗരവത്തിലിരിക്കുക ഓടിക്കുന്നതിൻ്റെ. ഞങ്ങൾ ആ ഡാമിൻ്റെയൊക്കെ പേര് കണ്ടുപിടിച്ചു. അക്കർ പാൽഡ ഡാം. ഇത് ഇച്ചാപ്പൂരാ കേട്ടോ. ഇച്ചാപ്പാട അല്ലേ? ഇച്ചാപ്പൂർ എന്നല്ലേ പറഞ്ഞത്? ഇച്ചാപ്പൂർ എന്നാണ് പറഞ്ഞത്. ഇച്ചാപ്പൂരിലായി. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചോണ്ട് നല്ല സൂപ്പർ ചായ കേട്ടോ. ഓവർ മധുരമില്ല അല്ലേ? നല്ല മധുരം, വലിയ കുഴപ്പമില്ല. എന്താ ചായ കുടിക്കുന്നതിൻ്റെ സൈഡ് അപ്പുറത്തെ ഡാമാണ് ആ കാണുന്നത്. കണ്ടോ? ഇവിടെയാണ് ഇവർ താമസിക്കുന്നതും ഇല്ല, കട നടത്തുന്നതും ഇല്ല. എനിക്ക് അവിടെ ചെറിയൊരു ഫാമുണ്ട്, അതിനോട് ചേർന്ന് ചെറിയതായിട്ടൊരു ഷെഡ് കെട്ടി അവിടെ താമസിക്കുന്നു. ഇവിടുത്തെ ഡാം, ഇവിടെ കൃഷി ഉണ്ട്. എന്ത് രസമല്ലേ കാണാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ വണ്ടി എടുക്കാൻ അനീഷാണ് ഓടിക്കുന്നത്. എൻ്റെ ഓട്ടം കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അപ്പോൾ അനീഷ് ഓടിക്കും. ഇനിയിപ്പോൾ 200 കിലോമീറ്റർ ഉള്ളൂ, അത് അനീഷ ഓടിക്കും. ഞാൻ 100 കിലോമീറ്റർ ഇപ്പോൾ ഓടിച്ചു, അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി അനീഷ് ഓടിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ആവണമല്ലോ. അപ്പം പുള്ളി ഏതായാലും ഓടിക്കും. ഇത് ഈ കാണുന്ന കൃഷിയുണ്ടല്ലോ, നമ്മുടെ നാട്ടിലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ
വഴി സൈഡിലൊക്കെ നിൽക്കുന്നില്ലേ പള്ളയിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ ചുട്ടങ്ങ പോലത്തെ എന്തോ ഒരു ഇത് കണ്ടാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല, കാണാൻ പറ്റുമോ, ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അത്തരം ഒരു ഇതാണ് ആ സാധനമാണ്. വഴിയിലും പുഴയിലും ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയല്ല, കായൊക്കെ ഉണ്ടാകുന്ന അതിൽ. അത് കഴിക്കാൻ പറ്റുമല്ലോ നമുക്കറിയത്തില്ലേ, പക്ഷെ ഇവിടെ വന്ന് അത് വളരെ കൂടുതലായിട്ട് കൃഷി ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ഉപകാരത്തിൽ കൊള്ളുന്നതായിരിക്കണമല്ലോ. ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അതെന്താണെന്ന്. ആധികാരികമായിട്ട് പോയി ഇനി പഠിക്കണം. ഏതാ തലവണയോ? തലവണ ഇതല്ലേ ഇവിടെ കിടക്കുന്നത്? അതിൻ്റെ അകമൊന്നും കാണിച്ചില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. പിന്നീട് സൂറത്തിൽ ചെന്ന് കഴിയുമ്പോൾ വൈകുന്നേരം കാണിക്കാം. വളരെ വിശാലമായ ഷോറൂമാണിത്. ബാഗൊക്കെ അവിടെ ഇരിക്കുന്നു, 2 തലോണയൊക്കെ ഉണ്ട്, കിടക്കയുണ്ട്, ഇങ്ങനെ ഇരിക്കുന്നു. അത് റിവേഴ്സ് ക്യാമറയുടെയാണ്, പക്ഷെ ഒടിഞ്ഞു പോയി, അതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കുന്നു. റിവേഴ്സ് ക്യാമറ ആവശ്യമില്ലല്ലോ, നമ്മളിപ്പം ആരെങ്കിലും ക്യാമറയിൽ നോക്കി റിവേഴ്സ് എടുക്കും, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതങ്ങനെ അവിടെ തന്നെ ഇട്ടേക്കുന്നു. വർക്കിംഗ് ആണ്. അപ്പം ഞങ്ങളിത് മുന്നോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. കേട്ടോ, സൂറത്തിലേക്ക് പോകുന്ന വഴിക്ക് കിട്ടിയ ഒരു നല്ലൊരു വ്യൂ ആണ്. എന്താന്ന് നോക്കി, ഈ വ്യൂ ഒന്നും ഒരിടത്തും കിട്ടത്തില്ല. നല്ലൊരു ചുരമാണ് കേട്ടോ, ചെറിയൊരു ഇറക്കമാണ്. ഇറക്കമല്ല, ഉണ്ടോ? അപ്പാ പോവാണ്. എന്താ കാഴ്ച? പുല്ലേ, ചെറിയ മറ്റേ പുല്ലുകളും മുളച്ച്, അത് തന്നെ കൊത്തി വെച്ചേക്കുന്ന പോലെ അല്ലേ? നല്ല രസമാണത്. അതിൻ്റെ കളറ് കിട്ടണമെങ്കിൽ ലൈറ്റ് ഓപ്പോസിറ്റാണ് സൂര്യനുള്ളത്, അതുകൊണ്ടാണ് നമുക്ക് ഭംഗി അങ്ങ് കിട്ടാത്തത്. സത്യം. അയ്യോ, നോക്കി, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അതിൻ്റെ ആ ഭംഗിയൊന്ന് വേറെ തന്നെയാണ്. പോകുന്ന വഴി ഇങ്ങനെ വളഞ്ഞങ്ങ് പോവാണ് കേട്ടോ. ചവിട്ടി ഇറങ്ങല്ലേ, ഓവർ ചവിട്ടി പിടിച്ചിറങ്ങിയാൽ ചൂടായി പൊട്ടുണ്ടായാറ്. RPM 20 മുകളിലോട്ട് പോകാതിരുന്നാൽ മതി. പോകുമ്പോൾ ഒന്ന് ചവിട്ടി ഇരുത്തി കൊടുത്താൽ മതി. തീരെ സ്ലോ ആക്കി അങ്ങ് വിട്ടാൽ മതി. സൈഡ് മാത്രമല്ല കേട്ടോ, ഇതുകൊണ്ട്
ഒരു തള്ളക്കിളിയുണ്ട്. രണ്ടും നമ്മളെ കണ്ടില്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. അന്യായ കാഴ്ചയല്ലേ അല്ലേ? ഓടെ അന്യായ വ്യൂ ആണ്. നല്ല റോഡായതുകൊണ്ട് കുഴപ്പമില്ല, വലിയ കുഴിയൊന്നും ഇല്ലല്ലോ. ഈ മരം നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്കൊന്ന് നോക്കി, എന്താ പട്ട് വിരിച്ചിട്ടേക്കുന്ന പോലെ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെയാണ് കറങ്ങാൻ ഇറങ്ങുന്നത്, കാണാനും കാഴ്ചകളും ഉള്ളത് ഇപ്പോഴാണ്. അതെ, ആ ഈ വഴിക്ക് നമ്മൾ വന്ന വഴിക്കാ കണ്ടേ. ഈ വഴിക്ക് ഇനിയിപ്പോൾ വണ്ടി വരാനില്ലായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ ലോഡ് കയറി കുറച്ച് ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഉണ്ടല്ലേ ഈ എളുപ്പം കിട്ടുന്ന ലോഡ് കിട്ടുന്ന ഭാഗത്തോട്ടേക്ക് വണ്ടി വിട്ടുള്ളൂ. അതത്രേ ഉള്ളൂ. എടാ അതെന്നാന്നറിയോ, വർഷങ്ങളായി ഇവിടെ ഇപ്പോൾ അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് അറിയാലോ, എവിടെ ചെന്നാൽ ലോഡ് കിട്ടും, ഏത് ലോഡിന് പോയാൽ അത് അറിയാവുന്നതുകൊണ്ട്. എടുത്തോട്ടോ അതൊക്കെ ചവിട്ടിപ്പോ ഇപ്പൊ ഇടത്തൂടെ വാ. എന്തിനാ പൈസ മേടിക്കുന്നത്? എന്തിനാണ് ഈ പൈസ മേടിക്കുന്നത്? എന്നാ പറഞ്ഞു? എന്തിനാണ് ഈ പൈസ മേടിക്കുന്നതെന്ന് അറിയത്തില്ല. ഓണടിക്കേ നമ്മളെ കേട്ടോ. സാധാരണ ഗുജറാത്തിൽ ഇല്ലല്ലോ. ഗുജറാത്തിൽ നമ്മൾ അതിലോ പോടാ. പോട്ടെ. क्या है भैया? काटा नूल ड्रेस कपड़ा का 300 है. क्या है? 300 नहीं है, 100 रुपये दे दो. 100 रोड എൻ്റെ മോനെ പിഴിയാൻ വേണ്ടി നിന്ന കേട്ടോ. ഒന്നും പറയണ്ടത് കണ്ടോ, ഉമ്മ പേടിയായിരുന്നു. ആ പൈസക്ക് വേണ്ടിയേ എന്ത് കഷ്ടം നോക്കി. ഉമ്മ വഴി തടഞ്ഞു നിർത്തുക, പൈസ മേടിക്കുക, വിടുക, ഇതൊക്കെ തന്നെ പരിപാടി. ആ 300 രൂപ ചോദിക്കുന്നത്. എന്തിനാ തിന്നാൻ വേണ്ടിയാ 300 രൂപ? 100 രൂപ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു.
അല്ലാതെ പിന്നെ ഞാൻ വിടണ്ടേ? ഗതികേടാ കേട്ടോ മനുഷ്യൻ്റെ. വണ്ടി ഓടിക്കുകയും ചെയ്യണം, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പൈസ കൊടുക്കുകയും ചെയ്യണം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയമാണ് റോഡിലെ ഈ മാമൂല് കൈക്കൂലി. ഏത് കണക്ക്? നമ്മൾ പോലീസിന്റെ കണക്കിലേക്ക് എഴുതി കൊടുക്കും. അല്ല പിന്നെ പോലീസിന്റെ ചവിട്ടിപ്പോ 60 കാണാനുള്ള കിട്ടി. 60 ഉണ്ടായിരുന്നോ? അത് കുഴപ്പമില്ല, ഏതായാലും കിട്ടുന്ന കിട്ടി. അടുത്തത് കണ്ടോ, 60 കാണാനുള്ള. ആ, കാലന്മാരിയ്ക്കുന്ന കണ്ടോയോ? അടുത്ത പിടുങ്ങാൻ വേണ്ടി ഇരിക്കുന്ന. അയ്യോ, പിച്ചക്കാർ ഇതിലും ഭേദമാ. പിച്ചക്കാർക്ക് 1 രൂപ കൊടുത്താൽ മതി, അല്ലെ 10 രൂപ കൊടുത്താൽ മതി. വൃത്തികേട്ടോ, എന്ത് ചെയ്യാനാ? നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? ഈ രാവന്ത്യോളം വണ്ടി ഓടിച്ചിട്ട് വന്ന് ചുമ്മാ വഴി നിൽക്കുന്ന ഏതവനെല്ലാം കൈ നീട്ടി അവൻ അന്നേരം പൈസ കൊടുക്കും. ചുമ്മാ പൈസ. ഞാൻ പറയണ എന്നാ പറയാ, പിടിവിട്ടിങ് വരണം, ഇടിച്ച് തീർപ്പിച്ച് അങ്ങ് പോകണം. ബ്രേക്ക് പോയണ്ടാന്ന് തോന്നണം. അവന്മാര് വണ്ടി ഊരിക്കോട്ടെ, ഇടിച്ചപ്പോ എന്നെ ചെയ്യാനാ? ബ്രേക്ക് പോയ വണ്ടിക്ക് ഇപ്പൊ എന്നെ ചെയ്യാൻ പറ്റും? നാണം കടണം. അല്ല എന്നെ ചെയ്യണ്ടേ? നീ ചുമ്മാ കർണാടക കാർട്ടിക്ക് എന്ത് 900 രൂപ എന്തിനാ? എന്ത് ആവശ്യത്തിനാ? ആ, ഒരാവശ്യമില്ല, ചുമ്മാ പൈസ. പണിയെടുക്കാതെ തിന്നുന്നവന്മാരന്മാർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാന്ന് കരുത്. RTO ആയാൽ മതി. ഏറ്റവും നല്ല ഐഡിയ കേട്ടോ, പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല RTO. കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ വിടുങ്ങുന്നില്ലേ? ഓ, എന്ത് കേരളത്തിൽ എന്ത് പൈസ മേടിക്കുന്നില്ലേ? ആ, ഈ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഓരോ കേരളത്തിലേക്ക് വരുന്ന മയക്കുമരുന്നുകളല്ലേ അങ്ങനെ വരുന്നതെന്ന് നോക്കണ്ടോ? RTO അറിയാതെ വരുന്നത് അല്ലേ? പിന്നെ അതിൽ 1-2 എണ്ണം അയ്യഭാവങ്ങളെ പിടിക്കും. ഇല്ലാത്തവന്മാരെല്ലാം ഇമാര് പൈസ കൊടുക്കും, അവന്മാർ മേടിച്ചോണ്ട് പോകും. നീ ഇത്രയും ഇത് നടന്നു, ഏതെങ്കിലും ഒരു വണ്ടി ഇത്രയും തവണ പോയില്ലേ? ഏതെങ്കിലും ഒരു വണ്ടി നേരെ ചെക്ക് ചെയ്യുന്ന കണ്ടത്. പിന്നെ എന്നെ ഇമാര് ജോലി ചെയ്യുന്നില്ല. ഒരാൾ കസേര കർണാടകയിലും മഹാരാഷ്ട്രയിലും RTOമാര് പുറത്തോട്ട് വരികയല്ല, അമ്മമാര് വെച്ചേക്കുന്ന ഏജന്റുമാരെ വരുള്ളൂ. ബാംഗ്ലൂര് വണ്ടി ഡെയിലും 5-6 വണ്ടി പോയിക്കൊണ്ടിരിക്കുമല്ലേ? എന്താ ചെയ്യാൻ? പൈസ കൊടുക്കുക. ചുമ്മാ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 50 രൂപ ഒന്നും ഇല്ലായിരുന്നു, അല്ലായിരുന്നു ഞാൻ 50 രൂപ എടുത്ത് കൊടുത്തേനെ. അതുള്ളത് അങ്ങോട്ട് പോകുമ്പോ നിങ്ങൾ 10, 50, 100 ഒക്കെ മാറ്റി ചില്ലറ മാറ്റി വെച്ച് ഇതാണെങ്കിൽ പൈസ ചോദിച്ച് നിൽക്കും. 300, 500 ഒക്കെ ചോദിക്കും. നിങ്ങൾ കൊടുക്കരുത്. 50, 100 കൊടുത്ത് ഒഴിവാക്കണം. 100 രൂപ കൊടുത്ത്. അല്ല, 50 എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഉറപ്പാണ് ഞാൻ 50 കൊടുക്കുള്ളൂ. 50 പറ്റിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അവിടെ നടുറോട്ടിൽ തന്നെ അവിടെ അങ്ങ് ഇട്ടേക്കും. എന്താ ചെയ്യാൻ പറ്റുക ചെയ്യട്ടെ, അല്ലാതെ പിന്നെ ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതെല്ലാം. ഇതൊന്നുമല്ല, ഇതിലും വലുതാണ് റോഡുകളിൽ നടക്കുന്നത്. ഇതൊക്കെ ചെറുത്.
അപ്പോൾ ഇത് നല്ല നല്ല കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുന്നു, സൂറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം 150 കിലോമീറ്ററും കൂടി ഇല്ല മോനെ, 120 കിലോമീറ്ററും കൂടി ഉണ്ട്. 120 കിലോമീറ്റർ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കും, 3 മണിക്കൂർ കൂട്ടിക്കും. 2 മണിക്കൂർ 17 ആ ഏകദേശം 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ മാക്സിമം 3 മണിക്കൂർ എവിടെയല്ലോ ഒന്ന് നിർത്തിയാലോ 3 മണിക്കൂർ കൂട്ടിക്കും. 3 മണിക്കൂറിനകം ഞങ്ങളിനി അവിടെ എത്തും. അപ്പം വരും കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ഇതുപോലെ ഇനിയും കാണിക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ സൂറത്തിലെത്തി ഇത് പാർക്കിങ്ങിലാണ്. ഇതിവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ കാണുന്ന മലയാളിയുടെ കടയാണേ. അപ്പം പുള്ളിയുടെ കടയിൽ വന്നിങ്ങനെ പാർക്കിങ്ങിൽ നമ്മളിരുന്ന് പാർക്കിങ്ങിൽ വണ്ടി ഇട്ടേക്കുവാണ്. ഇതെല്ലാം കിടക്കുന്ന നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. അത് ഈ നടുക്ക് കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മുടെ വണ്ടിയാണ്. ആ മുകളിൽ തൊപ്പി പോലുള്ള ആ കിടക്കുന്ന എല്ലാം നമ്മുടെ വണ്ടി. ഇതുണ്ട് ST, ഇത് ഇവിടെ കിടക്കുന്ന വെള്ള, ഇതെല്ലാം നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ ഞങ്ങൾ ഇതിവിടെ ഫുഡൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. ഇതുണ്ട്, എന്നാൽ ചിക്കനും ചോറുമാണ്. ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്, ചിക്കൻ ഇനി ഇടണം. ഇതുണ്ട്, 1/2 കിലോ ചിക്കൻ മേടിച്ചു, 110 രൂപയായി. ഇവിടെ മറ്റേ ഫുൾ ചിക്കൻ ഡ്രസ്സ് ചെയ്ത് നമുക്ക് എത്ര 1/4 കിലോ പറഞ്ഞാൽ 1/4 കിലോ തരും, 100 ഗ്രാം പറഞ്ഞാൽ 100 ഗ്രാം തരും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പം 1 കിലോ ചിക്കന് ഇറച്ചിക്ക് മാത്രം 220 രൂപയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വേണം ഇനി കിടക്കാൻ. കുളിച്ചിട്ട് വന്ന് ചോറുണ്ടിട്ട് വേണം കിടക്കാൻ. ഇതെല്ലാം എടുത്തും വെക്കണം എന്നിട്ട്. അപ്പോൾ ഞങ്ങൾ കറി വെക്കുന്ന തിരക്കിലാണ്. കറി വെച്ചിട്ട് വിളിക്കാമല്ല, കറി വെച്ചിട്ട് കാണിക്കാം. കറി എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം, അഭിപ്രായം. അനീഷ വെച്ചോണ്ടിരിക്കുന്നത് ചിക്കൻ കറി, കൊല്ലം സ്റ്റൈലാണ്.